കേണൽ ഡിന്നി, ഇവിടെ ഇപ്പോൾ എങ്ങനെ ഈ ആക്രമണം ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ ഫരീദാബാദിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു ടെറർ മൊഡ്യൂൾ ബസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ ഭാഗഭാക്കായിരുന്ന ഒരാൾ ഫരീദാബാദിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുമായി കാർ ഓടിച്ച് ഡൽഹിയിലെത്തി ഡൽഹിയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകളിലൂടെ കടന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കൂട്ടം ഉണ്ടാവുന്ന ഒരിടത്തേക്ക് ITOയിലേക്ക് അല്ലെങ്കിൽ ചാന്ദിനി ചൗക്കിലേക്ക് പോകുന്നതിനിടെ ബ്ലാസ്റ്റ് ഉണ്ടായി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എങ്ങനെ ഇത്രയും ദൂരം ഇയാൾ യാതൊരു തരത്തിലുള്ള ഇന്റർസെപ്ഷനും ഇല്ലാതെ ഡൽഹിയിലെ പ്രധാനപ്പെട്ട സ്ഥലത്ത് എത്തി എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ജമ്മു ആൻഡ് കാശ്മീർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചിട്ടും ഇതിൽ നിന്ന് വിട്ടുപോയ ആളുകൾ ഒരുപക്ഷെ രാജ്യത്തിന്റെ മറ്റിടങ്ങളിൽ ആക്രമണം നടത്തിയേക്കാം എന്ന നിലയ്ക്കുള്ള പരിശോധനകൾ ഉണ്ടായിരുന്നു. ഇന്റലിജൻസ് ഇക്കാര്യത്തിൽ ഫെയിൽ ആയിട്ടുണ്ടോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസമെങ്കിലും ഉത്തരം പറയേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും ശ്രീ അഭിലാഷ്, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കുമ്പം സ്വാഭാവികമായിട്ട് ചോദ്യങ്ങൾ വരും, അതിനകത്ത് യാതൊരു സംശയമില്ല. ആ ചോദ്യത്തിൽ അതുപോലെ തന്നെ ഇന്റലിജൻസ് ഫെയിലിയർ എന്നുള്ള ഒരു ഫസ്റ്റ് ഇമീഡിയറ്റ് ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു വാക്കാണ്. പക്ഷേ ഞാനതിനെ കാണുന്നത് ഇന്റലിജൻസ് ഫെയിലിയർ ആയിട്ട് നമുക്കത് പറയാൻ സാധിക്കില്ല ഇപ്പം. കാരണം എന്താണെന്ന് വെച്ചാൽ നോക്കൂ, JK പോലീസും ഡൽഹി പോലീസും ഹരിയാന പോലീസും ഈ ഒരു ടെറർ മോഡ്യൂൾ ഫരീദാബാദ് ബേസ് ചെയ്ത ടെറർ മോഡ്യൂളിനെ അവരത് പിടിച്ചിരുന്നു. അവർ പിടിച്ചുകൊണ്ടാണ് വൻ ഒരു ദുരന്തം മാറിപ്പോയി എന്ന് വേണം പറയേണ്ടത്. കാരണം നമുക്കറിയാം, നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത പോലെ എത്ര 3000 അടുപ്പിച്ചുള്ള അമോണിയം നൈട്രേറ്റിന്റെ ഒരു സ്ഫോടക വസ്തുക്കൾ, AK സീരീസിന്റെ തോക്കുകൾ, മറ്റ് ഡെറ്റനേറ്റേഴ്സ്, 20ഓളം ഡെറ്റനേറ്റേഴ്സ് ആണ് കണ്ടത്. അപ്പൊ 20 ഡെറ്റനേറ്റേഴ്സ്, അതിന്റെ അർത്ഥം 20 സ്ഥലത്ത് ഇതുപോലത്തെ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യാമായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പൊ ആ ടെറർ മോഡ്യൂളിനെ ബസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഒരാള് അവര് ഈ ഒരു പാനിക് മോഡിൽ വന്ന് ഇതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ബ്ലാസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഇടയ്ക്കാണ് ഇത് സംഭവിച്ചത്. ഇത് മനഃപൂർവ്വം തന്നെ അവിടെ വെച്ച് ബ്ലാസ്റ്റ് ചെയ്താണോ അതോ ആക്സിഡന്റലി നടന്നാണോ എന്നുള്ളത് നമുക്ക് പിന്നീട് അറിയത്തുള്ളൂ. പക്ഷെ ഡെഫിനറ്റ്ലി ഈ ഡോക്ടർ അത് ഓൺ ദ റൺ ആയിരുന്നു എന്ന് നമുക്കറിയാം. ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. കാരണം ഇത്രയും ഈ എക്സ്പ്ലോസീവ് വെച്ചിട്ട് വൻ ദുരന്തം ഇതും ചെയ്യാമായിരുന്നു. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. അല്ലെങ്കിൽ നേരത്തെ റിപ്പോർട്ടേഴ്സ് ഒക്കെ പറഞ്ഞ പോലെ വേറെ ഒരു ഏരിയയിലായിരുന്നെങ്കിൽ, ഇപ്പം മെട്രോ ആയാലും ശരി, ITO ആയാലും ശരി, ചാന്ദിനി ചോക്ക് ബാസ അങ്ങനത്തേക്കുള്ള ഏരിയയിലായിരുന്നെങ്കിൽ വലിയ കാഷ്വാലിറ്റീസ് വന്നേ. പക്ഷെ ആ രീതിയിലേക്ക് നടന്നില്ല എന്നുള്ളത് വളരെ ഒരു ആശ്വാസമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനൊരു ഇന്റലിജൻസ് ഫെയിലിയർ നമ്മൾ കാണുമ്പോൾ എല്ലാത്തിനും ഒരു ഇന്റലിജൻസ് ഫെയിലിയർ എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നു നമ്മളൊരു എന്താ പറയുക, അതിന്റെ കറക്റ്റ് അസസ്മെന്റ് അല്ല അത്. കാരണം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഈ ഭീകരവാദികളെ സംബന്ധിച്ചോളം അവർക്ക് ഒറ്റ പ്രാവശ്യം മാത്രം സക്സസ്ഫുൾ ചെയ്താൽ മതി. 100 times അവർ അറ്റംപ്റ്റ് ചെയ്താൽ. ഇന്റലിജൻസ് ഏജൻസി, സെക്യൂരിറ്റി ഏജൻസി കാരണം അവർ 100 times സക്സസ്ഫുൾ ആയേ പറ്റൂ. അതിനകത്ത് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് അത് നാച്ചുറലി അതൊരു 100% ഒരു സീറോ ടെററിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഒരിക്കലും ഒരു രാജ്യവും നടക്കത്തില്ല. ഇപ്പൊ നോക്കൂ, ഈ ഭീകരവാദികൾ തന്നെ അവരെല്ലാം പഠിത്തവും വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാണ്, ഡോക്ടേഴ്സാണ്, നല്ല ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അവരുടെ സ്വന്തം വീട്ടുകാർക്ക് പോലും അറിയത്തില്ല അവർ ഇങ്ങനെയൊക്കെയുള്ള റാഡിക്കലൈസ്ഡ് ആയിട്ടൊന്നും. അപ്പൊ ഇതൊക്കെ വലിയ നമ്മളെ ഇപ്പോഴത്തെ സമൂഹത്തിലുള്ള ഒരു പ്രശ്നമാണ്. അതിനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയമായിട്ടോ ഏതെങ്കിലും ഒരു മതപരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തീർച്ചയായിട്ടും അല്ല, അത് വളരെ ശരിയാണ്. ലോകത്ത് ഒരു രാജ്യത്തിനും 100% ഫുൾ പ്രൂഫ് ആയിട്ട് എല്ലാം കണ്ടുപിടിക്കാൻ കഴിയും, മുഴുവൻ പഴുതുപടയ്ക്കാൻ കഴിയുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ വലിയ നഗരങ്ങളിലൊക്കെ ഈ ലോൺ വോൾഫ് ആക്രമണങ്ങൾ തന്നെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ അതിനോട് യോജിക്കുകയാണ്. പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിച്ചാൽ, ഇപ്പോൾ ഈ ഡോക്ടർ മുസമ്മിൽ അഹമ്മദ് ഉണ്ടല്ലോ, മുസമ്മിൽ അഹമ്മദ് ഗനി, അയാൾ പുൽവാമ സ്വദേശിയാണ്. ഈ ആശുപത്രിയിൽ അൽ ഫലാൽ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. ഇതേ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ആളാണ് അറസ്റ്റിലായിട്ടുള്ള മറ്റേയാൾ അദീൽ മജീദ്. ഇതേ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെടുന്ന മറ്റൊരു ഡോക്ടറാണ് ഡോക്ടർ ഷഹീൻ. അപ്പോൾ ഈ ഹൈ പ്രൊഫൈൽ ഇൻഡിവിജ്വൽസിന്റെ അല്ലെങ്കിൽ പ്രൊഫഷണൽസിന്റെ ഇൻവോൾവ്മെന്റോടുകൂടി ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, അതിന് കേന്ദ്രമായിട്ട് ഈ സ്ഥലം വർത്തിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ള ഇൻപുട്ടാണല്ലോ. എന്ന് മാത്രമല്ല, ദീപാവലി സമയത്ത് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾക്ക് ISISന്റെ ശ്രമം എന്നൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഒരു IS ഓപ്പറേറ്റീവിനെ പിടികൂടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ഗ്രാൻഡ് ഡിസൈൻ ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾക്ക് വേണ്ടി ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷവും ഇവർക്ക് കൂടുതൽ കണക്ഷൻ ഉള്ള ആളുകൾ ഉണ്ടായേക്കാം എന്നൊരു ചിന്ത സാധാരണ വരേണ്ടതല്ലേ? ഈ മുസമ്മിലിന്റെ അയൽക്കാരനാണ് അല്ലെങ്കിൽ അതേ ഗ്രാമക്കാരനാണ് സംശയിക്കുന്ന ഉമർ നബി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ ശ്രീ അഭിലാഷ്, അതിനകത്ത് ശരിയാണ്. നമ്മളിപ്പം ഈ ഒരു വൈറ്റ് കോളർ ടെറർ എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇതിനെ പറയുന്നത്. അത് ഒരു പരിധി വരെ ശരിയുമാണ്. കാരണം നല്ല രീതിയിലുള്ള ഹൈലി പെയ്ഡ് ആയിട്ടുള്ള നല്ല പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ അവർ ഈ റാഡിക്കലൈസേഷൻ ആയിട്ട് ഇങ്ങനത്തെ ഉള്ള ഒരു ഭീകരവാദത്തിലേക്ക് മാറുമ്പം
സ്വാഭാവികമായിട്ട് അത് വലിയൊരു ഒരു പ്രശ്നമാണ്. കാരണം എപ്പോഴും ഭീകരവാദത്തിലേക്ക് പലപ്പോഴും പറയുന്നത് അത് എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ഇല്ലാത്തതുകൊണ്ടോ തൊഴിലില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ളതാണ്. ഇതൊന്നും അങ്ങനൊന്നും അല്ല. അപ്പൊ ഇത് റാഡിക്കലൈസ്ഡ് ആയിട്ട് വരുന്ന ഒരു രീതി